ഇന്ന് നമ്മുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള 9ാമത്തെ ഞായറാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിൻ്റെ കാവൽപിതാക്കൻ പരിശുദ്ധന്മാരായ മർത്തശ് ശ്മൂനിയുടെയും അവരുടെ മക്കളായ 7 പേരുടെയും അവരുടെ ഗുരുവായ എലയാസാറിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മ പെരുന്നാൾ ഈ ഇടവക ആഘോഷിക്കുവാൻ തക്കവണ്ണം അതിൻ്റെ ആരംഭം കൊടിയേറി ഇന്ന് തുടങ്ങുകയാണ്. ഈ പുണ്യദിനത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സാധിച്ചതിൽ അനൽപമായ സന്തോഷമുണ്ട്. ദൈവം ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വായിച്ചതായ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ പ്രബോധനങ്ങളെല്ലാം തന്നെ പല കാറ്റഗറിയായിട്ട് നമുക്ക് തിരിച്ച് പഠിക്കുവാൻ സാധിക്കും. കർത്താവ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ്. സ്വർഗരാജ്യം എങ്ങനെയായിരിക്കുമെന്നും സ്വർഗരാജ്യത്തിലെ പൗരന്മാർ എങ്ങനെയായിരിക്കണമെന്നും കർത്താവ് പഠിപ്പിച്ചു. രണ്ടാമത് കർത്താവ് പഠിപ്പിച്ചത് പാപമോചനത്തെക്കുറിച്ചായിരുന്നു. യഥാർത്ഥ പാപമോചനം എന്താണ് എന്ന് ഉപമകൾ വഴിയായും അല്ലാതെയും കർത്താവ് പഠിപ്പിച്ചു. മൂന്നാമത് കർത്താവിൻ്റെ പ്രബോധനങ്ങളിൽ മുന്തി നിൽക്കുന്നത് ശ്ലീഹന്മാരോടുള്ള തൻ്റെ പഠിപ്പിക്കലുകളാണ്. 12 ശ്ലീഹന്മാർക്ക് അവരെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ട് പ്രബോധനം നൽകുകയും ചെയ്യുന്ന വചനങ്ങളാണ്. നാലാമത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. എസ്കറ്റോളജി എന്ന ദൈവശാസ്ത്രത്തിൽ പറയും, യുഗാന്ത്യ ദൈവശാസ്ത്രം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നാലാമത്തെ കാറ്റഗറി. 5ാമത്തെ കാറ്റഗറിയാണ് പ്രായോഗിക ജീവിതത്തിൽ യേശുതമ്പുരാനെ േണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അവിടെ കർത്താവ് പറയുകയാണ്, നിന്നെ ഒരാൾ ഒരു മുത്താഴത്തിന് ക്ഷണിച്ചാൽ നീ ആദ്യമേ ചെന്ന് മുമ്പിലത്തെ സീറ്റിൽ കയറിയിരിക്കരുത്. അന്ത്യത്തെ സീറ്റിൽ മാത്രമേ ഇരിക്കാം. ആദ്യമേ ചെന്ന് നീ മുന്നേ സീറ്റിൽ കയറിയിരുന്നാൽ നിന്നേക്കാൾ ബഹുമാന്യനായൊരു വ്യക്തി അവിടെ കടന്നു വന്നാൽ നിന്നെ ക്ഷണിച്ച കുടുംബനാഥൻ വന്ന്, സ്നേഹിത, ഈ നിന്നേക്കാൾ മാന്യനായി ഈ വ്യക്തിക്ക് ഇടം കൊടുക്കുക എന്ന് പറയുമ്പോൾ നീ ലജ്ജയോടെ അവിടെ നിന്ന് എണീറ്റ് പുറകിൽ പോയിരിക്കേണ്ടി വരും. അതേസമയം നീ പുറകിലിരുന്നാൽ വീട്ടിൻ്റെ ഉടമസ്ഥൻ വന്ന് നിന്നെ വിളിച്ച്, സ്നേഹിത, മുമ്പോട്ട് കടന്നിരിക്കുക എന്ന് പറയുമ്പോൾ നിനക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ബഹുമാനം കിട്ടും, റെസ്പെക്റ്റ്. ക്രൈസ്തവ വീക്ഷണത്തിൽ പറയുമ്പോൾ 3 തരത്തിലുള്ള റെസ്പെക്റ്റ് ഉണ്ട്, ബഹുമാനം. ഒന്ന് ഡിസേർവിങ് റെസ്പെക്റ്റ്, ഡിമാൻഡിങ് റെസ്പെക്റ്റ്. മൂന്നാമത് ഡിമാൻഡിങ് റെസ്പെക്റ്റ്.
demanding respect, deserving respect and avoiding, അതായത് വേണ്ട എന്ന് പറയുന്ന അവോയ്ഡിങ് റെസ്പെക്റ്റ്. ആദ്യത്തെ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഡിസേർവ് ആണ്. ഇപ്പം ഞാനൊരു മെത്രാച്ചനാണ്, ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നു. ഞാൻ സഭയുടെ ഒരു മെത്രാപ്പൊലീത്ത ആയതുകൊണ്ട് വ്യക്തിപരമായിട്ടല്ല, ബിക്കോസ് ദ പോസ്റ്റ് ഐ ആം ഹോൾഡിങ്, ആ മെത്രാപ്പൊലീത്ത എന്ന സ്ഥാനം ഞാൻ വഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ ആദരിക്കുന്നു. ദാറ്റ് ഈസ് ഡിസേർവിങ് റെസ്പെക്റ്റ്. ഞാനത് അർഹിക്കുന്ന ബഹുമാനം. രണ്ടാമത് ഡിമാൻഡിങ് റെസ്പെക്റ്റ്. ചിലരുണ്ട് ചോദിച്ച് ബഹുമാനം വാങ്ങിക്കും. നമ്മൾ മൈൻഡ് ചെയ്തില്ലേ പോലും നീ എന്നെ ബഹുമാനിക്കണം. ചില ഭർത്താവ് ഭാര്യയോട് പറയത്തില്ല, ഞാൻ ഭർത്താവാണ്, നീ എന്നെ ബഹുമാനിക്കണം. ഭാര്യയും തിരിച്ചു പറയും. അത് ഏറ്റവും നീചമായ കാര്യമാണ്. ഡിമാൻഡിങ് റെസ്പെക്റ്റ്. നെവർ വി ആസ്ക് ഫോർ റെസ്പെക്റ്റ്, നെവർ. ഒരു ക്രിസ്ത്യാനിക്കും ഒരു സാധാരണ മനുഷ്യന് പോലും ചേർന്നല്ല ഡിമാൻഡിങ് റെസ്പെക്റ്റ്. ചില അധമന്മാരുണ്ട്, ബഹുമാനം ചോദിച്ചു വാങ്ങിക്കും. മൂന്നാമത് ഞാൻ പറഞ്ഞത് ഡിനൈയിങ് റെസ്പെക്റ്റ്. ഡിനൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ട എന്ന് പറയും. എന്നെ ബഹുമാനിക്കാനായിട്ട് വന്നാലും വേണ്ട, ഞാനും നിങ്ങളെപ്പോലെയുള്ളൊരു സാധാരണ മനുഷ്യനാണ്, എന്നെ നിങ്ങൾ അത്രയും ബഹുമാനിക്കേണ്ട, ഐ എം ഓൺലി എ ഹംബിൾ മാൻ. ഡിനൈയിങ് റെസ്പെക്റ്റ്. ഇതിലേതാണ് ക്രൈസ്തവമായിട്ടുള്ളത്? ദ ഡിനൈയിങ് റെസ്പെക്റ്റ്. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നില്ലയോ, ദ കെനോട്ടിക് തിയോളജി, ശൂന്യവൽക്കരണ ദൈവശാസ്ത്രം, കെനോസിസ് എന്നൊക്കെ പറയും. അവൻ ദൈവത്തോട് ഒന്നായിരിക്കുമ്പോൾ തൻ്റെ എല്ലാം ഒഴിച്ചു വെച്ച് ദാസരിൽ ദാസരായി ഇറങ്ങി വന്ന കുരിശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. എല്ലാ ബഹുമാനവും മാറ്റിവെച്ച് ദാസരിൽ ദാസരായി തീർന്നു. ഇതാണ് ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിൻ്റെ പിൻഗാമികളായ നമ്മളും ഈ സ്വഭാവം ഉൾക്കൊള്ളണം. ബഹുമാനം എല്ലാം ദൈവത്തിന് കൊടുത്തേക്കണം. All glory and respect are to be directed towards heaven. എല്ലാ ബഹുമാനവും ആദരവും ദൈവത്തിങ്കലേക്ക് സമർപ്പിക്കുക. മക്കളെ, നിങ്ങൾ എന്നെ ആദരിക്കണ്ട. ഡിനായി, ദാസരിൽ ദാസനായി എല്ലാ ബഹുമാനവും വേണ്ട എന്ന് വെച്ച് ദാസരിൽ ദാസരായ ക്രിസ്തുവിൻ്റെ പിൻഗാമികളായ നാം ആ സ്വഭാവം ഇംബൈബ് ചെയ്യണം. ബഹുമാനം ദൈവത്തിനും മറ്റുള്ളവർക്കും കൊടുക്കുക. രണ്ടാമത് ഡിമാൻഡിങ് റെസ്പെക്റ്റ്. എന്തൊരു അധമമാണെന്നറിയാതെ ഡിമാൻഡിങ്, അതൊരിക്കലും ചെയ്യരുത്. മൂന്നാമത് ഡിസേർവിങ് റെസ്പെക്റ്റ് ഉണ്ട്. എന്നെ ആരെങ്കിലും ബഹുമാനിക്കുന്നെങ്കിൽ ഞാനതിന് വലിയ പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. അവരാദരിച്ചോട്ടെ, അവരുടെ മനസാക്ഷി അനുസരിച്ച് ബഹുമാനിക്കുന്നെങ്കിൽ ബഹുമാനിച്ചോട്ടെ. ഐ എം ലീസ് ബോതേഡ് അബൌട്ട് ഇറ്റ്. ആ ഒരു ഭാവം. അതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. 3 തരത്തിലുള്ള റെസ്പെക്റ്റ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ കേട്ടോണം കേട്ടോ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും ഒക്കെ കേട്ടണം. തിരുമേനി പ്രസംഗിച്ച 3 തരത്തിലുള്ള റെസ്പെക്റ്റ് എന്തായിരുന്നു? ഡിമാൻഡിങ് റെസ്പെക്റ്റ്, ഡിസേർവിങ് റെസ്പെക്റ്റ്, ഡിനൈയിങ് റെസ്പെക്റ്റ്. അതിലേതാ നമുക്ക് വേണ്ടത്? അതിലേതാ വേണ്ടത്? ഡിനായി. എനിക്ക് ബഹുമാനമൊന്നും വേണ്ട. സർവശക്തനായ ദൈവത്തിന് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കും. അങ്ങനെയുള്ളവർ ആദരിക്കപ്പെടും. അങ്ങനെയുള്ളവർ ആദരിക്കപ്പെടുന്നത്.
അതുകൊണ്ട് ഒരിക്കലും ഡിമാൻഡിങ് റെസ്പെക്റ്റിൻ്റെ പുറകെ പോകരുത്. ഡിസേർവിങ് റെസ്പെക്റ്റ് പിന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നെങ്കിൽ ബഹുമാനിച്ചോട്ടെ, നമ്മളതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഡിനായിങ് റെസ്പെക്റ്റിൻ്റെ വക്താക്കളായി തീരാൻ we should people of denying respect. The Christians should be people of denying respect, not demanding respect. May God bless you all. ദൈവം തമ്പുരാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.